വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. ക്ലാസ് 5ൻ്റെ യൂണിറ്റ് 4 ഹീലിംഗ് ടച്ചിലെ സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ വളരെ ഫേമസ് ആയ ഒരു ബാസ്കറ്റ് ബോൾ പ്ലെയർ ആണല്ലേ മൈക്കിൾ ജോർദാൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയ സംഭവമാണ് ഇവിടെ ഇന്ന് പറയുന്നത്. ക്ഷമയും പരിശ്രമവും ഒക്കെ എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിൽ സക്സസ്, വിജയം നൽകുന്നത് എന്ന് നമുക്ക് കാണാം. ഓരോ ലൈനും അതിൻ്റെ അർത്ഥങ്ങളും നമ്മളിവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. സോൾട്ട് ഇൻ ഹിസ് ഷൂസ്. മൈക്കിൾ ലവ്ഡ് ടു പ്ലേ ബാസ്കറ്റ്ബോൾ. മൈക്കിളിന് ഫുട്ബോൾ കളിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. എവ്രി സാറ്റർഡേ, എല്ലാ ശനിയാഴ്ചയും, ഹി ഫോളോഡ് ഹിസ് എൽഡർ ബ്രദേഴ്സ് ലാരി ആൻഡ് റോണി. എല്ലാ ശനിയാഴ്ചയും തൻ്റെ മൂത്ത സഹോദരന്മാരായ ലാരിയുടെയും റോണിയുടെയും പിന്നാലെ പോകുമായിരുന്നു. എങ്ങോട്ട്? ടു ദ പാർക്കിലേക്ക് അല്ലേ. ഹോപ്പിംഗ് ദാറ്റ് ദേ വുഡ് ലെറ്റ് ഹിം പ്ലേ. എന്തായിരുന്നു അവൻ്റെ പ്രതീക്ഷ? എന്തായിരുന്നു പ്രതീക്ഷ? അവർ തന്നെ കളിക്കാൻ അനുവദിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ആര് പോയിരുന്നത്? നമ്മുടെ മൈക്കിൾ. ബട്ട് ദർ വാസ് വൺ പ്രോബ്ലം. എന്നാൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ദാറ്റ് വാസ് മാർക്ക്. ആരാണ്? എന്താണ് ആ പ്രശ്നം? അതാണ് മാർക്ക്. ഹി വാസ് ദ ടോളസ്റ്റ് ബോയ് ഓൺ ദ കോർട്ടിലെ ഏറ്റവും പൊക്കമുള്ള ആൺകുട്ടിയായിരുന്നു ആര്? മാർക്ക്. വാട്ട്സ് ദ മാറ്റർ മൈക്കി? ടു ഷോർട്ട്. മാർക്ക് കളിയാക്കിക്കൊണ്ട് നമ്മുടെ മൈക്കിനോട് എന്താണ് ചോദിക്കുന്നത്? എന്താണ് പ്രശ്നം മൈക്ക്? വളരെ ഷോർട്ടാണോ? വളരെ ചെറുതാണോ നീ എന്ന് കളിയാക്കി ചോദിച്ചു. ആര്? മാർക്ക്. മാർക്ക് ഫ്ലാപ്ഡ് ഹിസ് ആംസ് ഇൻ മൈക്കിൾസ് ഫേസ്. ഫ്ലാപ്ഡ് എന്നാൽ അടിക്കുക എന്നാണ് അർത്ഥം. ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് മാർക്ക് എന്ത് ചെയ്തു? മൈക്കിളിൻ്റെ മുഖത്തിങ്ങനെ അടിച്ചു. ഓവർ ഹിയർ ഷൗട്ടഡ് ലാരി. ഇവിടെ, ഇങ്ങോട്ട് എന്ന് ലാരി ഉച്ചത്തിൽ പറഞ്ഞു. എന്താണ് അവിടെ ലാരി ആവശ്യപ്പെടുന്നത്? കയ്യിലിരിക്കുന്ന ബോള് മൈക്കിളിനോട് തൻ്റെ അടുത്തേക്ക് എറിയാനാണ് ആര് ആവശ്യപ്പെടുന്നത്? സഹോദരനായ ലാറി ആവശ്യപ്പെടുന്നത്. ബട്ട് വെൻ മൈക്കിൾ ത്രൂ ദ ബോൾ, മാർക്സ് ലോങ് ആംസ് കെയിം ഔട്ട് ഓഫ് നോവെയർ. മൈക്കിൾ എന്ത് ചെയ്തു? ആ ബോൾ എറിഞ്ഞു കൊടുത്തു അല്ലേ. ലാരിയുടെ അടുത്തേക്ക് മൈക്കിൾ ബോൾ എറിഞ്ഞുവെങ്കിലും എവിടെ നിന്നോ, നോവെയർ, എവിടെ നിന്നറിയില്ല, എവിടുന്നോ മാർക്കിൻ്റെ നീളമുള്ള കൈകൾ വന്ന് ബോൾ തട്ടിക്കളഞ്ഞു. ആൻഡ് നോക്ക്ഡ് ദ ബോൾ അവേ. ബോൾ എന്ത് ചെയ്തു? തട്ടിക്കളഞ്ഞു. ഇറ്റ് ഫ്ലൂ ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് എ പ്ലെയർ ഓൺ മാർക്സ് ടീം. ഈ തട്ടിയ ബോള് മാർക്കിൻ്റെ ടീമിലുള്ള ഒരു കളിക്കാരൻ്റെ അടുത്തേക്ക് ചെന്നു. ആൻഡ് ഹി മെയ്ഡ് ദ ബാസ്ക്കറ്റ്. എന്ത് ചെയ്തു? ആ ബോള് ആ കളിക്കാരൻ ബാസ്ക്കറ്റിലേക്ക് ഇട്ടു. ആൻഡ് ദ ഗെയിം വാസ് ഓവർ. കളി കഴിഞ്ഞു. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അങ്ങനെ എന്ത് ചെയ്തു? ആര് ജയിച്ചു? മാർക്കിൻ്റെ ടീം ജയിച്ചു. ഓൾ ദ വേ ഹോം മൈക്കിൾ അപ്പോളജൈസ്ഡ്. വീടെത്തുന്നത് വരെ മൈക്കിൾ എന്ത് ചെയ്തു? അപ്പോളജൈസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് അല്ലേ. ക്ഷമ ചോദിക്കുക എന്നാണ് അർത്ഥം. വീട് എത്തുന്നത് വരെ മൈക്കിൾ ഇങ്ങനെ ക്ഷമ ചോദിച്ചുകൊണ്ടേയിരുന്നു അല്ലേ. മൈക്കിളിൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് അവരുടെ ഗെയിം അവർ തോറ്റുപോയത്. ഹിസ് എൽഡസ്റ്റ് ബ്രദർ റോണി ട്രൈ ടു ചിയർ ഹിം അപ്പ്. എങ്കിലും തൻ്റെ മൂത്ത സഹോദരനായ റോണി എന്ത് ചെയ്തു? മൈക്കിളിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ലുക്ക് ലിറ്റിൽ ബ്രദർ, നോക്കൂ കുഞ്ഞനിയ, യു പ്ലേഡ് വെൽ ടുഡേ. നീ ഇന്ന് വളരെ നന്നായി കളിച്ചു. ഡോണ്ട് വെറി, സാരമില്ല. വി വിൽ വിൻ ദ നെക്സ്റ്റ് ടൈം. നമ്മൾ എന്ത് ചെയ്യും? അടുത്ത പ്രാവശ്യം നമ്മൾ വിജയിക്കും. വെൻ ദേ റീച്ച്ഡ് ഹോം, അവർ വീട്ടിലെത്തിയപ്പോൾ മൈക്കിൾ വെൻറ്റ് ഇൻ ടു ദ കിച്ചൺ വെയർ മമ വാസ് കുക്കിംഗ് ഡിന്നർ. മൈക്കിൾ നേരെ എങ്ങോട്ടാണ് പോയത്? യെസ്, അടുക്കളയിലേക്ക് പോയി അല്ലേ. അവിടെ അമ്മ എന്ത് ചെയ്യാണ്? ഡിന്നർ, രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാമ, ഹൗ ക്യാൻ ഐ ഗ്രൂ ടോളർ? ഹി ആസ്ക്ഡ്. അമ്മ, എനിക്ക് എങ്ങനെ കുറച്ച് പൊക്കം വയ്ക്കാം എന്ന് ആര് ചോദിച്ചു? മൈക്കിള് അമ്മയോട് ചോദിച്ചു. ഷീ സ്മൈൽഡ്. അമ്മ എന്ത് ചെയ്തു? ഒരു പുഞ്ചിരി നൽകി അല്ലേ. ലുക്ക്ഡ് അറ്റ് മൈക്കിൾ ആൻഡ് സെഡ്. മൈക്കിളിനെ നോക്കി എന്നിട്ട് പറഞ്ഞു, സോൾട്ട്, ഉപ്പ്. സോൾട്ട്. മൈക്കിൾ ലുക്ക്ഡ് അറ്റ് ഹിസ് മാമ. ഉപ്പോ? മൈക്കിള് അമ്മയോട് ചോദിച്ചു, നോക്കിക്കൊണ്ട് ചോദിച്ചു. സോൾട്ട് ഇൻ യുവർ ഷൂസ്. നിൻ്റെ ഷൂസിൽ ഉപ്പ്. വി വിൽ പുട്ട് സോൾട്ട് ഇൻ യുവർ ഷൂസ്. നമുക്ക് എന്ത് ചെയ്യാം? നിൻ്റെ ഷൂസിൽ കുറച്ച് ഉപ്പിടാം. ബിഫോർ യു നോ ഇറ്റ് യു വിൽ ബി ടോളർ. നീ അറിയുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യും? നീ നല്ല പൊക്കം വയ്ക്കും. ഷീ റിപ്ലൈഡ്. അമ്മ ഉത്തരം പറഞ്ഞു. ഗ്രോയിങ് മോർ എക്സൈറ്റഡ്, മൈക്കിൾ സ്റ്റാർട്ടഡ് ആസ്കിങ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അല്ലേ, ഇത് ആര് കേട്ടാലും ഒന്ന് വണ്ടർ അടിക്കും അല്ലേ. അതുപോലെ നമ്മുടെ മൈക്കിളും എന്ത് ചെയ്തു? എക്സൈറ്റഡായി, ഭയങ്കര സന്തോഷമായി. പിന്നെയും ക്വസ്റ്റ്യൻസ്, ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. മാമ, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? എത്ര സമയം എടുക്കും അമ്മ? എത്ര നേരം എടുക്കും ഞാൻ ഇത്രയും ഒരു ഹൈറ്റ് വെക്കാൻ വേണ്ടി? ആൻഡ് ഹൗ ടോൾ ഡു യു തിങ്ക് ഐ വിൽ ഗെറ്റ്? ഞാൻ എത്ര പൊക്കം വയ്ക്കുമെന്നാണ് അമ്മയ്ക്ക് തോന്നുന്നത്? നല്ല ഉയരം വയ്ക്കുമോ? എത്ര പൊക്കം വയ്ക്കും? സ്മൈലിംഗ്,
മമ്മ സാറ്റ് ഡൗൺ നെക്സ്റ്റ് ടു ഹിം ആൻഡ് എക്സ്പ്ലെയിൻഡ്. ചിരിച്ചുകൊണ്ട് അമ്മ അവൻ്റെ അടുത്തിരുന്നു. നെക്സ്റ്റ് ടു ഹിം അടുത്തിരുന്നു ആൻഡ് എക്സ്പ്ലെയിൻഡ് എന്നിട്ട് വിശദീകരിക്കാൻ തുടങ്ങി. ഫോർ ദിസ് ടു വർക്ക്, ഇത് നടക്കണമെങ്കിൽ, ഞാനിപ്പോൾ പറഞ്ഞ കാര്യമില്ലേ, ഉപ്പിടുന്നു പൊക്കം വയ്ക്കുന്നു, ആ കാര്യം നടക്കണമെങ്കിൽ യു മസ്റ്റ് ബി പേഷ്യൻറ്റ്, നിനക്ക് നല്ല ക്ഷമ വേണം. ആൻഡ് ലിസൺ ടു വാട്ട് ഐ ടെൽ യു, മാത്രമല്ല ഞാൻ പറയുന്നതൊക്കെ നീ കേൾക്കുകയും വേണം. ഓക്കെ മാമ, ഐ വിൽ ബി പേഷ്യൻറ്റ്. ഓക്കെ അമ്മ, ഞാൻ നല്ല ക്ഷമയുള്ളവനായിരിക്കും. ഡ്യൂറിങ് ഡിന്നർ മാമ നോട്ടീസ് ദാറ്റ് മൈക്കിൾ വാസ് ബെയർലി ഈറ്റിംഗ് എനിത്തിങ്. ഡ്യൂറിങ് ഡിന്നർ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാമ നോട്ടീസ്ഡ്, അമ്മ എന്താണ് ശ്രദ്ധിച്ചത്? മൈക്കിൾ വാസ് ബെയർലി ഈറ്റിംഗ് എനിത്തിങ്. ബെയർലി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല അല്ലേ? മൈക്കിൾ എന്താ? ഒന്നും കഴിക്കുന്നില്ല. മൈക്കിൾ ഒന്നും കഴിക്കാതിരിക്കുകയാണ് ഡിന്നറിൻ്റെ ടൈമിൽ. ഹി വാസ് ഡേ ഡ്രീമിങ്. ഡേ ഡ്രീമിങ് എന്ന് വെച്ചാൽ എന്താ? പകൽക്കിനാവ് അല്ലേ? ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. മൈക്കിൾ വേറെ ഏതോ ഒരു ലോകത്താണേ. എബൌട്ട് ബീങ് ടോളർ, എന്തിനെക്കുറിച്ചാണ് അവൻ ഈ ഡേ ഡ്രീം ചെയ്യുന്നത്, പകൽക്കിനാവ് കാണുന്നത്? പൊക്കം വയ്ക്കുന്നതിനെക്കുറിച്ച്. മൈക്കിൾ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. അപ്പോൾ അമ്മ എന്താണ് പറഞ്ഞത്? ആദ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം തന്നെ ചെയ്യണം. യു വോണ്ട് ഗ്രോ ഇഫ് യു ഡോണ്ട് ഈറ്റ് അല്ലേ? ഉപ്പിടുന്നതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നന്നായി ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ യു വോണ്ട് ഗ്രോ. യു വോണ്ട് ഗ്രോ ഇഫ് യു ഡോണ്ട് ഈറ്റ്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നീ വളരില്ല, മമ്മ പറഞ്ഞു. ബട്ട് ഐ എം നോട്ട് ഹംഗ്രി ഹീ സെഡ്. മൈക്കിൾ എന്താ പറഞ്ഞത്? പക്ഷെ അമ്മ, എനിക്ക് വിശക്കുന്നില്ല. റേസിങ് ഹെർ ഐബ്രോസ്, അമ്മ എന്ത് ചെയ്തപ്പോഴേക്കും തൻ്റെ പിരികം അങ്ങ് പൊക്കി. മമ്മ ഗേവ് ഹിം എ സ്റ്റേൺ ലുക്ക്, വളരെ കഠിനമായ, അല്ല തുറച്ചു നോക്കി. ആരെ? മൈക്കിളിനെ, അമ്മ. സ്ലോലി മൈക്കിൾ പിക്ഡ് അപ്പ് ഹിസ് ഫുഡ് ആൻഡ് ബിഗൻ ടു ഈറ്റ്. എല്ലാവരുടെയും വീട്ടിൽ സംഭവിക്കുന്ന പോലെ തന്നെ അല്ലേ? അമ്മ തുറച്ചു നോക്കുന്നു, അപ്പോഴേക്കും എന്ത് ചെയ്തു? മൈക്കിൾ വേഗം പിക്ഡ് ഹിസ് ഫുഡ് എടുത്തു, എന്നിട്ട് കഴിക്കാൻ തുടങ്ങി. മിനിറ്റ്സ് ലേറ്റർ ഹിസ് പ്ലേറ്റ് വാസ് ക്ലീൻ. കുറച്ച് നിമിഷം കഴിഞ്ഞപ്പോൾ എന്താണ്? അവൻ്റെ പ്ലേറ്റ് നല്ല ക്ലീൻ ആയിരുന്നു. ആൻഡ് ഹി വാസ് ആസ്കിങ് ഫോർ മോർ. അവൻ വീണ്ടും ചോദിക്കുകയാണ്, അമ്മ കുറച്ചും കൂടി ഫുഡ് തരുമോ എന്ന് ചോദിച്ചു. ദാറ്റ് ഈവനിങ് അറ്റ് ബെഡ് ടൈം, അന്ന് രാത്രിയായി, ബെഡ് ടൈമാണ്, ഉറങ്ങാൻ പോവാണ്. മൈക്കിൾ സെറ്റ് ഹിസ് ഫേവറേറ്റ് ഗെയിം ഷൂസ് ഓൺ ദ ഫ്ലോർ. തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഷൂസ്, ഓക്കെ, മൈക്കിളിൻ്റെ ഷൂസ് എവിടെ വെച്ചു? നിലത്ത് വെച്ചു. നെക്സ്റ്റ് ടു ദ ഗ്രോത്ത് ചാർട്ട് ഹാങ്ങിങ് ഓൺ ദ വാൾ. എവിടെയാണ് ഈ ഷൂസ് വെച്ചത്? ഗ്രോത്ത് ചാർട്ട് ഇല്ലേ, ഈ ഭിത്തിയിലൊക്കെ ഹാങ് ചെയ്യുന്ന അല്ലേ, വാളിൽ തൂക്കിയിടുന്ന ഗ്രോത്ത് ചാർട്ടുണ്ട്. ഓരോ സെൻറ്റിമീറ്റേഴ്സ് ഇങ്ങനെ കാണിക്കും അല്ലേ, നമ്മൾ അവിടെ നിന്നിട്ട് നമുക്ക് എത്ര ഹൈറ്റ് എന്ന് നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. അവിടെ എന്ത് ചെയ്തു? ഈ ഷൂസ് വെച്ചു. ഗ്രോത്ത് ചാർട്ടിനടുത്ത് ഷൂസ് വെച്ചു. ദെൻ ഹി പുട്ട് ഓൺ ഹിസ് പൈജാമാസ്, സെറ്റ് ഹിസ് പ്രേയേഴ്സ് ആൻഡ് ജംപ്ഡ് ഇൻ ടു ബെഡ്. അതിനുശേഷം തൻ്റെ നൈറ്റ് ഡ്രസ്സ് അല്ലേ, പൈജാമ ഇട്ടു, പ്രാർത്ഥിച്ചു, ദെൻ ബെഡിൽ പോയി കിടന്നു. വെൻ മാമ കെയിം ഇൻ മൈക്കിൾ വാസ് ഫാസ്റ്റ് അസ്ലീപ്പ്. അമ്മ എത്തിയപ്പോഴേക്കും നമ്മുടെ മൈക്കിൾ നല്ല ഉറക്കമായി, പെട്ടെന്ന് ഉറങ്ങി. സ്റ്റാൻഡിങ് ബൈ ഹിസ് ബെഡിനടുത്ത് നിന്നുകൊണ്ട് മാമ സ്പ്രിങ്കിൾഡ് സോൾട്ട് ഇൻ ഹിസ് ഷൂസ്. അമ്മ എന്ത് ചെയ്തു? കുറച്ച് ഉപ്പ് നമ്മുടെ മൈക്കിളിൻ്റെ ഷൂസിലേക്ക് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് വിതറി. സ്പ്രിങ്കിൾ എന്ന് പറഞ്ഞാൽ വിതറി എന്നാണ് അർത്ഥം കേട്ടോ. ആഫ്റ്റർ ദറ്റ് നൈറ്റ് മൈക്കിൾ വോർ ഹിസ് ഫേവറേറ്റ് ഗെയിം ഷൂസ്. അന്ന് രാത്രിക്കൊക്കെ ശേഷം മൈക്കിൾ എന്ത് ചെയ്തു? തൻ്റെ ഫേവറേറ്റ് ആയ ഇഷ്ടപ്പെട്ട ഗെയിം ഷൂസ് എടുത്തിട്ടു. ആൻഡ് ഹി ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് ദ സോൾട്ട് അണ്ടർ ഹിസ് ഫീറ്റ്. അവൻ്റെ കാലിൻ്റെ അടിയിൽ അവന് ഫീൽ ചെയ്യാൻ പറ്റി? സോൾട്ട്. ഹി ഹാഡ് എ സ്പെഷ്യൽ ഫീലിംഗ്. എന്തോ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് അവന് തോന്നിയത്. വിയറിങ് ഹിസ് ഷൂസ് ഹി വെൻറ്റ് എവ്രിവെയർ. ഈ ഷൂസ് ഇട്ടുകൊണ്ട് എന്ത് ചെയ്തു? അവൻ എല്ലായിടത്തും പോയി. ബട്ട് ഹി സ്റ്റോപ്ഡ് ഗോയിങ് ടു ദ പാർക്ക് വിത്ത് ഹിസ് ബ്രദേഴ്സ് ഓൺ സാറ്റർഡേയ്സ്. പക്ഷെ അവൻ എവിടെ പോകുന്നത് നിർത്തി? അവൻ്റെ ബ്രദേഴ്സിനോടൊപ്പം സാറ്റർഡേയിൽ പാർക്കിൽ കളിക്കാൻ പോയിക്കൊണ്ടിരുന്നില്ലേ, അതവൻ സ്റ്റോപ്പ് ചെയ്തു. ഇൻസ്റ്റെഡ്, പകരം, ഹി സ്റ്റേയ്ഡ് ഹോം. അവൻ വീട്ടിൽ തന്നെ നിന്നു. ആൻഡ് പ്രാക്ടീസ്ഡ്. അതിനുശേഷം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ, പരിശീലിക്കാൻ തുടങ്ങി വീട്ടിൽ. ഹി വാണ്ടഡ് ടു ഗ്രോ എ ഫ്യൂ മോർ ഇഞ്ചസ് ബിഫോർ ഹി വെൻറ്റ് ബാക്ക് ടു ദ പാർക്ക്. ഇനിയും പാർക്കിലേക്ക് കളിക്കാൻ പോകുന്നതിന് മുൻപ് അവന് കുറച്ച് ഇഞ്ചുകൾ കൂടി കൂടണമെന്ന് ഉണ്ടായിരുന്നു, കുറച്ചുകൂടി വളരണമെന്ന് ഉണ്ടായിരുന്നു. ആഫ്റ്റർ 2 months ഓഫ് പ്രാക്ടീസിങ് ആൻഡ് വെയിറ്റിംഗ് പേഷ്യൻ്റ്ലി, അങ്ങനെ 2 മാസം കടന്നുപോയി. അവൻ നന്നായി പ്രാക്ടീസ് ചെയ്തു, കൂടാതെ അവൻ ക്ഷമയോടെ കാത്തിരുന്നു, വെയിറ്റ് ചെയ്തു, പേഷ്യൻ്റ്ലി, ക്ഷമയോടെ. മൈക്കിൾ സ്റ്റുഡ് നെക്സ്റ്റ് ടു ദ ഗ്രോത്ത് ചാർട്ട് ഓൺ ഹിസ് വാൾ. ഭിത്തിയിൽ ഒട്ടിച്ചിരുന്ന ആ ഗ്രോത്ത് ചാർട്ടില്ലേ, അതിൻ്റെ അടുത്ത് പോയി നിന്നു. നത്തിങ്, ഒന്നുമില്ല. ഹി ഹാഡൻ ഗ്രോൺ ആൻ ഇഞ്ച്. ഒരു ഇഞ്ച് പോലും നമ്മുടെ മൈക്കിൾ വളർന്നിട്ടില്ലായിരുന്നു. ഹി വാസ് ഡിസപ്പോയിൻറ്റഡ്. അവന് വളരെ നിരാശ തോന്നി. ബട്ട് ഹി ഡിഡ് നോട്ട് ഗേവ് അപ്പ്. എന്നാൽ തോറ്റു കൊടുക്കാൻ അവൻ റെഡി ആയിരുന്നില്ല. ഐ ഹാവ് ടു വെയിറ്റ്. ഞാൻ വെയിറ്റ് ചെയ്യണം അല്ലേ?
ലൈക്ക് മാമ സെറ്റ്, അമ്മ പറഞ്ഞതുപോലെ ഞാൻ വെയിറ്റ് ചെയ്യണം. മൈക്കിൾ തോട്ട് ആൻഡ് ദാറ്റ്സ് വാട്ട് ഹി ഡിഡ്. അങ്ങനെ അവൻ വിചാരിച്ചു, അതുതന്നെയാണ് അവൻ ചെയ്തതും. 2 more months of practice went by. വീണ്ടും 2 മാസം നന്നായി അവൻ പ്രാക്ടീസ് ചെയ്തു. ആൻഡ് സ്റ്റിൽ നത്തിങ്, എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. നൗ മൈക്കിൾ വാസ് ബിക്കമിങ് എ ലിറ്റിൽ സാഡ്. ഇപ്പോൾ നമ്മുടെ മൈക്കിളിന് കുറച്ച് സങ്കടമൊക്കെ വരാൻ തുടങ്ങി. നെക്സ്റ്റ് സാറ്റർഡേ ഹിസ് ബ്രദേഴ്സ് ട്രൈഡ് ടു ഗെറ്റ് മൈക്കിൾ ടു ഗോ വിത്ത് ദം ടു ദ പാർക്ക്. അടുത്ത ശനിയാഴ്ച എന്ത് ചെയ്തു? തൻ്റെ സഹോദരന്മാരെ ഇങ്ങനെ മൈക്കിളിനെ വിളിച്ചുകൊണ്ടേയിരുന്നു. നമുക്ക് പോകാമെന്ന രീതിയിൽ അവനിങ്ങനെ വിളിച്ചു. ബട്ട് ഹി വുഡൻ ബഡ്ജ്. എന്നാൽ അവൻ വഴങ്ങാൻ തയ്യാറായില്ല, അതനുസരിക്കാൻ തയ്യാറായില്ല. ബഡ്ജ് എന്നാൽ വഴങ്ങുക എന്നാണ് അർത്ഥം കേട്ടോ. മമ ഹാഡ് ബിഗൻ ടു വറി. എപ്പോഴും അമ്മയ്ക്കും കുറച്ച് ടെൻഷൻ ആവാൻ തുടങ്ങി. വെൻ ഷി സോ മൈക്കിൾ സിറ്റിംഗ് അലോൺ ഓൺ ദ സ്റ്റെപ്സ് ഷീ ടോൾഡ് ഡാഡി. തന്നെ മൈക്കിൾ ഇങ്ങനെ സ്റ്റെപ്പിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? അച്ഛനോട് എന്തോ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? മേ ബി യു ഷുഡ് ഗോ ഔട്ട് ആൻഡ് ടോക്ക് ടു ഹിം. നിങ്ങളൊന്ന് പുറത്തു പോയിട്ട് അവനോടൊന്ന് സംസാരിക്കേ. സോ ഡാഡി വെൻറ്റ് ഔട്ട് ആൻഡ് സാറ്റ് വിത്ത് മൈക്കിൾ. അച്ഛൻ എന്ത് ചെയ്തു? പുറത്തേക്ക് ഇറങ്ങി മൈക്കിളിനോടൊപ്പം ഇരുന്നു. വാട്ട്സ് റോങ് ഡിയർ? എന്താണ് പ്രശ്നം? എന്ത് പറ്റി മകനെ എന്ന് ചോദിച്ചു. യു ഹാവൻ ഗോൺ ടു ദ പാർക്ക് വിത്ത് യുവർ ബ്രദേഴ്സ് ഫോർ എ വൈൽ നൗ. നീ ഇപ്പോൾ നിൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ, സഹോദരന്മാരുടെ കൂടെ പാർക്കിലേക്ക് പോയിട്ട് കുറച്ചായല്ലോ, നീ ഇപ്പോൾ പോകുന്നില്ലല്ലോ. ആർ യു ഓക്കെ? നീ ഓക്കെ ആണോ? മൈക്കിൾ ഡിഡൻ സേ എനിത്തിങ് അറ്റ് ഫസ്റ്റ്. ആദ്യം നമ്മുടെ മൈക്കിൾ ഒന്നും പറഞ്ഞില്ല. ദെൻ ഹി ലുക്ക്ഡ് അറ്റ് ഡാഡി. എന്നിട്ട് മൈക്കിൾ എന്ത് ചെയ്തു? ഡാഡിയെ നോക്കി ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, ഐ തോട്ട് ഐ വുഡ് അറ്റ്ലീസ്റ്റ് ബി എ ഫ്യൂ ഇഞ്ചസ് ടോളർ ബൈ നൗ. ഞാൻ വിചാരിച്ചു ഇത്രയും സമയം കൊണ്ട് ഞാനൊരു കുറച്ച് ഇഞ്ചസ് എങ്കിലും പൊക്കം വയ്ക്കുമെന്ന്. ഐ ഡിഡ് എവ്രിതിങ് മമ്മ ടോൾ മീ ടു ഡു. അമ്മ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു. ബട്ട് നത്തിങ് ഹാപ്പൻഡ്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. മൈക്കിൾ, വൈ ഡു യു വോണ്ട് ടു ബി ടോളർ? ഡാഡി ആസ്ക്ഡ്. നിനക്ക് എന്തിനാ പൊക്കം വെച്ചിട്ട്? നിനക്ക് എന്തിനാ പൊക്കം വെക്കുന്നത്? ഇഫ് ഐ വർ ടോളർ ഐ വുഡ് ബി എ ഗ്രേറ്റ് പ്ലെയർ. ഞാൻ നല്ല ഹൈറ്റ് ഉണ്ടെങ്കിൽ, എനിക്ക് നല്ല പൊക്കം ഉണ്ടെങ്കിൽ ഞാൻ നല്ലൊരു പ്ലെയർ ആയിരിക്കും. ആൻഡ് ഐ കുഡ് ഹെൽപ്പ് അവർ ടീം വിൻ. മാത്രമല്ല നമ്മുടെ ടീമിന് വിജയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സഹായിക്കാനും പറ്റും. മൈക്കിൾ ഉത്തരം പറഞ്ഞു. മൈക്കിൾ ആൻസേർഡ്. ബട്ട് യു ആർ എ ഗ്രേറ്റ് പ്ലെയർ സൺ. പക്ഷെ നീ നല്ലൊരു കളിക്കാരനാണ് മകനെ. ആൻഡ് യു ഓൾറെഡി ഹാവ് എവ്രിതിങ് ഇറ്റ് ടേക്സ് ടു ബി എ വിന്നർ. ഒരു വിജയി ആവാനുള്ളത് എല്ലാം ഇപ്പോൾ നിനക്കുണ്ട്. റൈറ്റ് ഇൻ ഹിയർ, ഇവിടെ നിനക്കുണ്ട്. ഡാഡി ടാപ്ഡ് മൈക്കിൾ ഓൺ ഹിസ് ചെസ്റ്റ്. എവിടെയാണുള്ളത്? അച്ഛൻ എവിടെ തട്ടി? മൈക്കിളിൻ്റെ ചങ്കിലിങ്ങനെ തട്ടി. ഇവിടെ നിനക്ക് വിജയിക്കാനുള്ളതെല്ലാം ഉണ്ട്, ഇനി നിനക്ക് പൊക്കം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ആര് പറഞ്ഞു കൊടുത്തു? ഡാഡി പറഞ്ഞു കൊടുത്തു. ബീങ് ടോളർ മേ ഹെൽപ്പ് യു പ്ലേ എ ലിറ്റിൽ ബെറ്റർ. കുറച്ചും കൂടി പൊക്കം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായി നിനക്ക് കളിക്കാമായിരിക്കാം. ബട്ട് നോട്ട് ആസ് മച്ച് ആസ് പ്രാക്ടീസ്, ഡിറ്റർമിനേഷൻ ആൻഡ് ഗീവിങ് യുവർ ബെസ്റ്റ് വിൽ. എന്നാൽ പ്രാക്ടീസ് കൊണ്ടും ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിശ്ചയദാർഢ്യം അല്ലേ. ആൻഡ് ഗിവിങ് യുവർ ബെസ്റ്റ്, നിനക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രയും. ഈ 3 കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നിനക്ക് വിജയിക്കാൻ കഴിയും. കുറച്ച് പൊക്കമുണ്ടത് കൊണ്ട് നിനക്ക് കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റുമായിരിക്കാം, എന്നാൽ അതിൻ്റെ ആവശ്യമില്ല ഈ 3 കാര്യങ്ങൾ നിനക്കുണ്ടെങ്കിൽ. എന്തൊക്കെ? പ്രാക്ടീസ്, ഡിറ്റർമിനേഷൻ ആൻഡ് ഗീവിങ് യുവർ ബെസ്റ്റ്. നിനക്കുള്ളതെല്ലാം നീ കൊടുത്ത് നല്ല നിശ്ചയദാർഢ്യത്തോടെ നന്നായി പ്രാക്ടീസ് ചെയ്ത് കളിച്ചാൽ വിജയിക്കാൻ നിനക്ക് കഴിയും. ദോസ് ആർ ദ തിങ്സ് ദാറ്റ് മേക്ക് യു എ റിയൽ വിന്നർ. ഈ കാര്യങ്ങളാണ് നിന്നെ ഒരു ശരിയായ വിജയി ആക്കുന്നത്. മൈക്കിൾ തോട്ട് അബൌട്ട് ഡാഡി സെറ്റ് ഫോർ എ മിനിറ്റ്. അച്ഛൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് മൈക്കിൾ ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചു. ദെൻ സഡൻലി ഹി ജംപ്ഡ് അപ്പ്. എന്നിട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു? അവൻ ചാടി എണീറ്റു. ആൻഡ് ടുക്ക് ഓഫ്. എന്നിട്ട് എന്ത് ചെയ്തു? വേഗം പോയി. വെർ ആർ യു ഗോയിങ്? ഡാഡി യെൽഡ് ആഫ്റ്റർ ഹിം. അവൻ ഓടുകയാണല്ലേ. അപ്പോൾ പുറകിൽ നിന്ന് അച്ഛൻ വിളിച്ചു ചോദിച്ചു, നീ എങ്ങോട്ടാണ് പോകുന്നത്? ഐ ഹാവ് ഗോട്ട് എ ഗെയിം ടുഡേ ആൻഡ് ഐ എം ലേറ്റ്, മൈക്കിൾ യെൽഡ് ബാക്ക്. മൈക്കിൾ എന്താണ് ശബ്ദത്തിൽ വിളിച്ച് തിരിച്ചു പറഞ്ഞത്? എനിക്കിന്നൊരു ഗെയിമുണ്ട്, ഞാനിപ്പോഴേ ലേറ്റാണ് എന്നല്ലേ. എന്നിട്ട് എങ്ങോട്ടായിരിക്കണം മൈക്കിൾ ഓടിയിട്ടുണ്ടാവുക? യെസ്, നമ്മുടെ പാർക്കിലേക്ക്. വെൻ മൈക്കിൾ റീച്ച് ദ പാർക്ക് ദ ഗെയിം ഹാഡ് സ്റ്റാർട്ടഡ്. മൈക്കിൾ പാർക്കിലെത്തിയപ്പോഴേക്കും കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹി സാറ്റ് ഓൺ ദ ബെഞ്ച് ഹോപ്പിംഗ് ഹി വുഡ് ഗെറ്റ് എ ചാൻസ് ടു പ്ലേ. മൈക്കിൾ എന്നിട്ട് ഒരു ബെഞ്ചിലിരുന്നല്ലേ, എന്ത് പ്രതീക്ഷയോടെ? കളിക്കാനൊരു ചാൻസ് കിട്ടുമായിരിക്കുമെന്ന പ്രതീക്ഷയോടെ. ആൻഡ് ഹി ഡിഡ്. അവന് കിട്ടുകയും ചെയ്തു. ദ ഗെയിം വാസ് ഓൾമോസ്റ്റ് ഓവർ ആൻഡ് സ്കോർ വാസ് ടൈഡ്. ഗെയിം കഴിയാനായിരുന്നു, മാത്രമല്ല സ്കോർ ടൈയിലാണ് അല്ലേ, 2 പേർക്കും ഒരേ സ്കോറാണ്. വെൻ ജോൺ, വൺ ഓഫ് ദ ബോയ്സ് ഓൺ മൈക്കിൾസ് ടീം, ഫെൽ ആൻഡ് ഹേർട്ട് ഹിംസെൽഫ്. അപ്പോഴാണ് എന്ത് സംഭവിച്ചത്? കളി കഴിയാനായി, സ്കോറെല്ലാം ഒരേ ടൈയിൽ നിൽക്കുമ്പോഴാണ് മൈക്കിളിൻ്റെ ടീമിലുണ്ടായിരുന്ന ജോൺ എന്ന് പറയുന്ന ഒരു കുട്ടി
പരിക്ക് പറ്റി അല്ലേ, നിലത്ത് വീണ് പരിക്ക് പറ്റി. ഹിയർ വാസ് മൈക്കിൾസ് ചാൻസ്. അപ്പോൾ ആർക്ക് ചാൻസ് കിട്ടി? മൈക്കിളിന്. മൈക്കിൾ ജോയിൻ ഹിസ് ടീം ഇൻ ദ ഹഡിൽ ആസ് എ ഗാതേർഡ് ഓൺ ദ സൈഡ് ലൈൻ ഫോർ എ ടൈം ഔട്ട്. ടൈം ഔട്ടിൻ്റെ സമയമാണ്. അപ്പോൾ എന്ത് ചെയ്തു? മൈക്കിൾ പോയിട്ട് അവരുടെ ടീമിൽ ഇങ്ങനെ ഗ്യാദർ ചെയ്ത് നിന്നു, കൂടി നിന്നു. ഹഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടം കൂടി നിൽക്കുക എന്നാണ് അർത്ഥം. അവിടെ പോയി ആര് നിന്നു? നമ്മുടെ മൈക്കിൾ. ഓക്കെ, ദ ഗെയിം ഈസ് ടൈഡ്. ഇപ്പോൾ നമ്മുടെ കളി ടൈയിലാണുള്ളത്. ഓൾ വി നീഡ് ഈസ് 1 more point. നമുക്ക് ജയിക്കണമെങ്കിൽ ഒരു പോയിന്റും കൂടി, ഒറ്റ പോയിന്റും കൂടി മതി. ഹു വോണ്ട്സ് ടു ടേക്ക് ദ ഷോട്ട്? ആരാണ് ഷോട്ട് എടുക്കാൻ പോകുന്നത്? റോണി ആസ്റ്റ്. റോണി നമ്മുടെ മൈക്കിളിൻ്റെ ബ്രദറാണല്ലേ, ചോദിച്ചു. ഹി ലുക്ക്ഡ് ഇൻ മൈക്കിൾസ് ഡയറക്ഷൻ. എന്നിട്ട് എന്ത് ചെയ്തു? മൈക്കിളിനെ നോക്കി. റോണി മൈക്കിളിനെ നോക്കി. ഫീലിംഗ് മോർ കോൺഫിഡൻറ്റ് ദാൻ എവർ. ഇതുവരെ തോന്നിയതിലേക്കാൾ, എല്ലാ പ്രാവശ്യത്തെയുംക്കാൾ കോൺഫിഡൻസോടെ മൈക്കിൾ പറഞ്ഞു, ഐ വിൽ ഡു ഇറ്റ്. ഞാൻ ചെയ്യാം. വെൻ ദ whistle blew and the game restarted, Mark began to pick on Michaels as usual. വിസിൽ അടിച്ചു, ഗെയിം പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തു. പക്ഷെ നമ്മുടെ മാർക്ക് അല്ലേ, എപ്പോഴും ഈ നമ്മുടെ മൈക്കിളിനെ ശല്യം ചെയ്യുന്നത് പോലെ, ആസ് യൂഷ്വൽ എപ്പോഴും ചെയ്യുന്നത് പോലെ ശല്യം ചെയ്യാൻ തുടങ്ങി. സ്റ്റിൽ ട്രൈങ് ടു പ്ലേ വിത്ത് ദ ബിഗ് ബോയ്സ്. മാർക്ക് ടോണ്ടഡ്. മാർക്ക് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത് അല്ലേ, ഇങ്ങനെ ശല്യപ്പെടുത്തി. ആരെ? നമ്മുടെ മൈക്കിളിനെ. എന്ത് പറഞ്ഞാൽ ശല്യപ്പെടുത്തി? ഇപ്പോഴും നീ വലിയ ആൺകുട്ടികളുടെ കൂടെ കളിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിച്ചിങ്ങനെ ടോർച്ചർ ചെയ്തു. ബട്ട് മൈക്കിൾ പെയ്ഡ് ഹിം നോ അറ്റൻഷൻ. എന്നാൽ മൈക്കിൾ എന്ത് ചെയ്തു? അവനെ മൈൻഡ് ചെയ്തതേയില്ല. നോ അറ്റൻഷൻ, ഒരു അറ്റൻഷനും കൊടുത്തില്ല. ടോളർ ഓർ നോട്ട്, ഹി ഹാഡ് ബീൻ പ്രാക്ടീസിങ്. പൊക്കമുണ്ടോ ഇല്ലയോ അതൊന്നുമല്ല, അവൻ നന്നായി പ്രാക്ടീസ് ചെയ്തിരുന്നു. ആൻഡ് ടുഡേ ഹി വാസ് ഡിറ്റർമൈൻഡ് ടു വിൻ. മാത്രമല്ല ഇന്ന് വിജയിക്കുമെന്ന ഒരു നിശ്ചയദാർഢ്യവും അവനുണ്ട്. ലാരി ത്രൂ ദ ബോൾ ടു മൈക്കിൾ. ലാരി എന്ത് ചെയ്തു? ബോൾ മൈക്കിളിൻ്റെ അടുത്തേക്ക് എറിഞ്ഞു കൊടുത്തു. മൈക്കിൾ കോട്ട് ഇറ്റ്. മൈക്കിൾ അത് പിടിച്ചു. ബൗൺസ്ഡ് ഇറ്റ് ഫോർ എ മൊമെൻറ്റ് ആൻഡ് ദെൻ ടുക്ക് ഓഫ്. അത് ജസ്റ്റ് ഒന്ന് തട്ടിക്കളിച്ചു, എന്നിട്ട് പാഞ്ഞു. ആസ് ഹി അപ്രോച്ച്ഡ് മാർക്ക്, മൈക്കിൾ ഷിഫ്റ്റഡ് ടു ഹിസ് റൈറ്റ്. മാർക്കിനടുത്ത് എത്താനായപ്പോഴേക്കും എന്ത് ചെയ്തു? മൈക്കിൾ വലതുവശത്തേക്ക് നീങ്ങി. മാർക്ക് ഫോളോഡ്. മാർക്ക് എന്ത് ചെയ്തു? ഇവനെ പിന്തുടർന്നു, മൈക്കിളിനെ പിന്തുടർന്നു. ബട്ട് വൈൽ ഹി വാസ് സ്റ്റിൽ ഷിഫ്റ്റിംഗ്, മൈക്കിൾ സ്പൺ ടു ഹിസ് ലെഫ്റ്റ്. സ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിയുക, ടേൺ ചെയ്യുക എന്നാണ് അർത്ഥം കേട്ടോ. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ മൈക്കിൾ എന്ത് ചെയ്തു? പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ഹി സ്റ്റെപ്ഡ് ബിഹൈൻഡ് മാർക്ക് ആൻഡ് ഷോട്ട്. മാർക്കിന് പിന്നിലേക്ക് നിന്നിട്ട് എന്ത് ചെയ്തു? ഷോട്ട് ചെയ്തു. ദ ബോൾ ആർക്ക്ഡ് ഫാർ അബവ് ഹിസ് ഓപ്പണൻസ് ഹാൻഡ്സ്. ഒരു ആർക്ക് ഷേപ്പിൽ എന്ത് ചെയ്തു? ഈ ഓപ്പണൻ്റ് ആരാ ഇവിടെ? എതിരാളി നമ്മുടെ മാർക്ക്. മാർക്കിൻ്റെ കൈയിൻ്റെ മേലെ കൂടെ ഒരു ആർക്ക് ഷേപ്പിൽ നമ്മുടെ ബോൾ ഇങ്ങനെ ഒത്തിരി ഉയരത്തിൽ പൊന്തി. ആൻഡ് ഫെൽ സൈലൻ്റ്ലി ത്രൂ ദ ഹൂപ്പ്. എന്നിട്ട് ആ ഒരു സർക്കുലർ തിങ്ങളെ അതിൻ്റെ ഉള്ളിലേക്ക് സൈലൻ്റ്ലി ഇങ്ങനെ വീണു. അതായത് എന്താണ്? അവിടെ ആ ബോൾ ബാസ്ക്കറ്റിനുള്ളിൽ വീണു എന്നർത്ഥം. 2 points. ദ ഗെയിം വാസ് ഓവർ. അവർക്ക് 2 പോയിന്റ് ലഭിച്ചു. ദ ഗെയിം വാസ് ഓവർ. അങ്ങനെ കളി കഴിഞ്ഞു. മൈക്കിൾസ് ടീം ഹാഡ് വൺ. മൈക്കിളിൻ്റെ ടീം വിജയിച്ചു. ഇറ്റ് വാസ് ജസ്റ്റ് as മൈക്കിൾ ഹാഡ് ഡ്രീംഡ്. മൈക്കിൾ സ്വപ്നം കണ്ടതുപോലെയാണ് സംഭവിച്ചത്. ഹി റിയലൈസ്ഡ് വാട്ട് ഹി ഹാഡ് ഡൺ. മൈക്കിൾ ടുക്ക് ഓഫ് ആൻഡ് ഡിഡ്ന്റ് സ്റ്റോപ്പ് അണ്ടിൽ ഹി ഹാഡ് റീച്ച്ഡ് ഹോം. താൻ എന്താണ് ചെയ്തത് എന്നല്ലേ, വാട്ട് ഹി ഹാഡ് ഡൺ, അവൻ എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയപ്പോൾ, റിയലൈസ് ചെയ്തപ്പോൾ, മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്തു? മൈക്കിൾ അല്ലേ സന്തോഷം കൊണ്ട് വീട്ടിലേക്ക് പോയി. അവിടെ വീട്ടിലെത്തുന്നവരെ അവൻ നിന്നിട്ടില്ല. ബേസ്റ്റിംഗ് ത്രൂ ദ ഡോർ ഹി ഷൗട്ടഡ്. വാതിലെല്ലാം തല്ലി പൊളിച്ചെന്ന് പറഞ്ഞ പോലെ അല്ലേ, ഒച്ചപ്പാടുണ്ടാക്കി ഷൗട്ട് ചെയ്തു. എന്താണ് പറഞ്ഞത്? ഐ ഡിഡ് ഇറ്റ്. ഞാനത് ചെയ്തു. ഡാഡ് ആൻഡ് മോം, അച്ഛ അമ്മ, ഐ ഡിഡ് ഇറ്റ്. ഐ ഷോട്ട് റൈറ്റ് ഓവർ ദ ടോൾ ഗൈസ് ഹെഡ് ആൻഡ് വി വോൺ ദ ഗെയിം. ഞാൻ എന്ത് ചെയ്തു? ടോൾ ഗൈ, പൊക്കമുള്ള അവൻ്റെ തലയുടെ മുകളിൽ കൂടെ ഞാൻ ബോൾ പായിച്ച് ഞങ്ങൾ ഗെയിം ജയിച്ചു. റണ്ണിങ് ഇൻ ബിഹൈൻഡ് ഹിം, റൂണി ആൻഡ് ലാരി ജോയിൻ ദ സെലിബ്രേഷൻ. അവൻ്റെ പുറകെ ആരും ഓടിയിട്ടുണ്ടായിരുന്നു? സഹോദരന്മാരായ റോണി, ലാരിയും. അങ്ങനെ അവർ ഈ സെലിബ്രേഷനിൽ അവരും പങ്കുചേർന്നു. ദാറ്റ്സ് റൈറ്റ് ലിറ്റിൽ ബ്രദർ, യു ഡിഡ് ഇറ്റ്. ശരിയാണ് കുഞ്ഞനിയ, നീ അത് ചെയ്തു. യു വൺ ദ ഗെയിം ഫോർ us. നീ ഞങ്ങൾക്ക് വേണ്ടി ഈ കളി ജയിച്ചു. ആഫ്റ്റർ ദാറ്റ് ഡേ മമ്മ സ്റ്റോപ്ഡ് പുട്ടിങ് സോൾട്ട് ഇൻ മൈക്കിൾസ് ഷൂസ്. ആ ദിവസത്തിന് ശേഷം അമ്മ മൈക്കിളിൻ്റെ ഷൂസിൽ ഉപ്പിടുന്നത് നിർത്തി. ബട്ട് മൈക്കിൾ ഡിഡ് നോട്ട് സ്റ്റോപ്പ് ബീങ് പേഷ്യൻറ്റ് ആൻഡ് വർക്കിംഗ് ഹാർഡ്. എന്നാൽ മൈക്കിൾ എന്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല, എന്ത് സ്റ്റോപ്പ് ചെയ്തില്ല? പേഷ്യൻ്റ് ആയിരിക്കുക അല്ലേ, നല്ല ക്ഷമയുള്ളവനായിരിക്കുക, വർക്കിംഗ് ഹാർഡ്, നന്നായി പരിശ്രമിക്കുക. ആ 2 കാര്യങ്ങൾ ആരും നിർത്തിയില്ല? മൈക്കിൾ നിർത്തിയില്ല. അത്രയുമാണ് ഈ ഒരു ചെറിയ കഥയിൽ പറയുന്നത്. സോൾട്ട് ഇൻ ഹിസ് ഷൂസ്. അപ്പോൾ ഇവിടെ പേഷ്യൻസ്, ക്ഷമയുടെയും ഹാർഡ് വർക്കിംഗ്, പരിശ്രമത്തിൻ്റെയും,
വളരെ നല്ലൊരു കഥ പറയുകയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.